ഓക്കെ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിപ്പോൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ പ്രീവിയസ് ഇയർ ഡിസ്കഷനിൽ അടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കുറച്ചധികം ഒരു 6-7ഓളം വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഓരോന്നിലായിട്ട് ഓരോരോ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. അതേ പാറ്റേൺ തന്നെയാണ് നമ്മളിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോനകത്ത് നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻഫ്ലേഷനാണ്. ഇൻഫ്ലേഷൻ, ഡിഫ്ലേഷൻ അതുപോലുള്ള കാര്യങ്ങളാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മുടെ ഈ ലെങ്തി വീഡിയോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ സെക്ഷൻ വീഡിയോ വരാനായിട്ട് കുറച്ച് നമ്മളധികം ടൈം എടുക്കുന്നുണ്ട്. നിങ്ങളത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവുക. കാരണം നമ്മൾ കണ്ടന്റ് അത്യാവശ്യം നല്ല രീതിക്ക് നിങ്ങളിലോട്ട് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ കണ്ടന്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ, അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പഴയ വീഡിയോസിലൊക്കെ ചെയ്ത പോലെ തന്നെ ഏറ്റവും അവസാനം നമ്മൾ നോക്കിയത് GST ആയിരുന്നു. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എടുക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, നമുക്ക് എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു രീതിക്ക് വീഡിയോ എടുക്കുന്നത്. ദെൻ അതിനെ ബേസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ അധികം വെച്ച് നീട്ടുന്നില്ല, ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, A sustained rise in the general price level in an economy is called dash. ഡിസ്ഇൻഫ്ലേഷൻ ഉണ്ട്, ഡിഫ്ലേഷൻ ഉണ്ട്, ഇൻഫ്ലേഷൻ ഉണ്ട്, സ്റ്റാഗ്ഫ്ലേഷൻ ഉണ്ട്. ഇത് SSC CGL 2019 ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അതിനു മുമ്പ് ഞാൻ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് പറയാം. ആക്ച്വലി ഇൻഫ്ലേഷൻ എന്നതിൻ്റെ ഡെഫിനിഷൻ തന്നെ സസ്റ്റെയിൻഡ് റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവലാണ്. അതായത് പൈസയുടെ അളവ്, പ്രൈസ് കൂടുന്നു. ഓക്കെ, പ്രൈസ് കൂടുന്നു, പൈസയുടെ അളവല്ല, പ്രൈസ് കൂടുന്നു ഒരു നിശ്ചിത കാലയളവിൽ. റൈസിങ് ജനറൽ പ്രൈസ്, ഒരു നിശ്ചിത കാലയളവിൽ റൈസിങ് ജനറൽ പ്രൈസിനെ നമുക്ക് എന്ത് പറയാം? ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഇത് മാത്രമല്ല കൺസിഡർ ചെയ്യേണ്ടത്, ഈ റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ അല്ലെങ്കിൽ സസ്റ്റൈൻഡ് റൈസ് ഇൻ പ്രൈസ് ലെവൽ എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആദ്യമേ പ്രൈസ് കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെ കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെ കൂടി, പിന്നെ കുറഞ്ഞു. അങ്ങനെയല്ല, സ്റ്റഡി ആയിരിക്കണം. സ്റ്റഡി ആയിട്ടുള്ള റൈസ് ആയിരിക്കണം. അതാണ് ആ സസ്റ്റെയിൻഡ് റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ സർക്കുലേഷൻ ഓഫ് മണിയുടെ സർക്കുലേഷൻ ഈ പറയുന്ന നമ്മുടെ ഇൻഫ്ലേഷൻ്റെ ടൈമിൽ കൂടുതലായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ വാല്യൂ ഓഫ് മണി എന്ത് ചെയ്യും? കുറവായിരിക്കും. ഇതാണ് ഇൻഫ്ലേഷൻ്റെ ടൈമിൽ സംഭവിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പിന്നെ നിങ്ങളൊന്ന് ബേസിക് ആയിട്ട് ആലോചിച്ചാൽ മതി. എല്ലാവരുടെയും കയ്യിൽ ഇപ്പം 500 രൂപ ഉണ്ടെങ്കിൽ ആ 500 രൂപയുടെ വില കുറഞ്ഞു. ഓക്കെ, സർക്കുലേഷൻ കൂടി, പൈസയുടെ സർക്കുലേഷൻ കൂടി. അപ്പം എന്ത് ചെയ്തു? മണിയുടെ വാല്യൂ കുറഞ്ഞു. അല്ലേ പോട്ടെ, നമ്മുടെ ഐഫോൺ എല്ലാവരുടെയും കയ്യിലുള്ളത് കൊണ്ട് ഇപ്പം അതിൻ്റെ കണ്ണാപ്പി ഫോണായി. അപ്പോൾ ആ ഐഫോണിൻ്റെ വില അവിടെ കുറഞ്ഞു. അപ്പോൾ സർക്കുലേഷൻ ഓഫ് മണി കൂടിക്കഴിഞ്ഞാൽ വാല്യൂ ഓഫ് മണി കുറയും. ഓക്കെ, വാല്യൂ ഓഫ് മണി കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ക്രിക്കറ്റിലൊക്കെ സ്റ്റംബർ ബോൾ യൂസ് ചെയ്തിരുന്നു അല്ലേ? അപ്പോൾ ഈ സ്റ്റംബർ ബോൾ നേരത്തെ നമുക്ക് 10 രൂപ കിട്ടുമായിരുന്നു. 20 രൂപയ്ക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് 10 രൂപയ്ക്ക് 2 വാങ്ങിക്കായിരുന്നു. പിന്നെ അത് 15 ആയി, 20 ആയി, 25 ആയി, 30 ആയി, 27 ആയി, പിന്നെ 30 ആയി, അങ്ങനെ കയറി വന്നല്ലേ? അപ്പോൾ ഒരു കാലയളവ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്ത് ചെയ്തു? ആ ഒരു ഐറ്റത്തിൻ്റെ പ്രൈസ് വില കൂടിയില്ലേ? ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് നേരത്തെ ഒരു 5 രൂപ, പണ്ട് കാലത്തൊക്കെ 5 രൂപ അല്ല 10 രൂപ, അപ്പൂപ്പന്മാരൊക്കെ പറയും 5 രൂപ അല്ലെങ്കിൽ 10 രൂപ ഉണ്ടെങ്കിൽ ഇന്ന ഇത്ര സാധനങ്ങൾ വാങ്ങിക്കാൻ, ബാക്കി കൊണ്ട് ബാങ്കിലിടാന്നൊക്കെ തള്ളി അങ്ങ് മറിക്കും അല്ലേ? എന്നാലും ജസ്റ്റ് പണ്ടത്തെ കാലത്ത് 5 രൂപ അല്ലെങ്കിൽ 10 രൂപ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റി സാധനങ്ങൾ വാങ്ങിക്കാമായിരുന്നു. പക്ഷെ ഇന്നത്തെ കാലത്ത് 5 രൂപ അല്ലെങ്കിൽ 10 രൂപയ്ക്ക് അതിൻ്റെ അതിലുള്ള വിലയുണ്ടോ? ഇല്ല, അല്ലേ? അപ്പോൾ വാല്യൂ ഓഫ് മണി കുറഞ്ഞു, അല്ലെങ്കിൽ ആ ഐറ്റത്തിൻ്റെ പ്രൈസ് കൂടും. അങ്ങനെ നമുക്ക് പറഞ്ഞുകൂടെ ഇതിനെ? അപ്പോൾ നമുക്ക് ഇൻഫ്ലേഷൻ എന്ത് പറയാം?
സസ്റ്റെയിൻഡ് റൈസ് ഇൻ ജനറൽ പ്രൈസ് ലെവലാണ് എന്ന് പറയുന്ന ഈ പറയുന്ന ഇൻഫ്ലേഷൻ. അപ്പോൾ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോൾ ഇൻ പ്രൈസ് ലെവൽ. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഡിഫ്ലേഷൻ എന്ന് പറയും. ഫോൾ ഇൻ പ്രൈസ് ലെവൽ അതിനെന്തെന്ന് പറയും? ഡിഫ്ലേഷൻ എന്ന് പറയും. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ഇപ്പം എന്താ വരുന്നത്? ഇൻഫ്ലേഷൻ ആണ് വരുന്നത്. അപ്പോൾ ഇൻഫ്ലേഷനെ പറ്റി പറഞ്ഞതുകൊണ്ട് തന്നെ നമുക്ക് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷൻ കൂടി ഒന്ന് നോക്കാം. കാരണം എക്സാമിന് അത് ചില സമയത്തൊക്കെ ചോദിക്കാറുണ്ട്. ഓക്കെ, ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനിൽ ഒരു 5-6 ഐറ്റംസ് നല്ല രീതിക്ക് പഠിക്കണം. ദെൻ ബാക്കിയുള്ളത് ചെറിയ ചെറിയ ടൈപ്സ് ആണ്, അത് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണ്ട. അപ്പോൾ ആദ്യത്തെയാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഓക്കെ, ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്താണെന്നൊക്കെ നമ്മൾ ഇതിനു മുമ്പത്തെ വീഡിയോസിൽ നോക്കിയായിരുന്നു. ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ പേര് പറയുന്ന പോലെ തന്നെ മൊത്തം മീൻസ് അഗ്രിഗേറ്റ് ഡിമാൻഡ് സപ്ലൈനേക്കാളും കൂടുതലായിരിക്കും. ഓക്കെ, അതായത് ഒരൈറ്റം ഭയങ്കരമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നു, പക്ഷെ അതിനനുസരിച്ച് ഇത് സപ്ലൈ ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? മാർക്കറ്റിൽ ഈ ഒരു ഐറ്റത്തിന്റെ പ്രൈസ് കൂട്ടിക്കൊണ്ടുവരും അല്ലേ? കൂട്ടിക്കൊണ്ടുവരും. അപ്പോൾ ഡിമാൻഡ് കൂടി, സപ്ലൈ കുറവായിരുന്നു. അപ്പോൾ എന്ത് പറ്റി? ഈ ഡിമാൻഡ് കാരണം ആ പ്രൈസിനൊരു പുള്ള് വന്നു, വലിവ് വന്നു അല്ലേ? അപ്പോൾ ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. ഓക്കെ, അതാണ് ആദ്യത്തെ ഐറ്റം. രണ്ടാമത്തേത് കോസ്റ്റ് കൂടിയ കാരണം ഈ ഇൻഫ്ലേഷനിലോട്ട് ഇത് പുഷ് ചെയ്യപ്പെട്ടു എന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കാം. നമ്മുടെ ഗോതമ്പ് കൃഷി ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ഗോതമ്പ് കൃഷി ചെയ്യുന്നതിനും അത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനുള്ള പ്രൈസ് കൂടി, മീൻസ് അതിനുള്ള ചെലവ് കൂടി, എക്സ്പെൻഡിച്ചർ കൂടി. അപ്പോൾ ഉറപ്പായിട്ടും ഇതിന്റെ പ്രൈസും കൂടും അല്ലേ? ഗോതമ്പിന്റെ ചെലവ് കൂടി, ഗോതമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ചെലവ് കൂടി. അപ്പോൾ എന്ത് പറ്റും? സ്വാഭാവികമായിട്ടും ചപ്പാത്തിയുടെ വില മാർക്കറ്റിൽ കൂടും അല്ലേ? അപ്പോൾ ഇതിന്റെ വില കൂടിയപ്പോൾ ഇതിന്റെ വില ഓട്ടോമാറ്റിക്കായിട്ട് കൂടി. അല്ലെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വിചാരിക്കാം, നമ്മുടെ എല്ലാത്തിന്റെയും ബേസ് ആയിട്ടുള്ളത് ഓയിലാണ്. ഓയിൽ മാർക്കറ്റ്, ഇപ്പോൾ പെട്രോളിയം പ്രോഡക്ട്സിന്റെ വില കൂടുമ്പോൾ അതിനനുസരിച്ച് ഇപ്പൊ ഏത് ഒരു ഫാക്ടറി എടുത്തു കഴിഞ്ഞാലും അതിൽ മറ്റേ നമ്മുടെ എന്താ പറയാ, ട്രാൻസ്പോർട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ പെട്രോളിയം പ്രോഡക്ട്സിന്റെ വില കൂടുമ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുകയെങ്കിൽ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ആ ഐറ്റത്തിന്റെ പൈസ കൂട്ടിയാലേ മതിയാവുള്ളൂ അല്ലേ? നമ്മൾ വിൽക്കുന്ന പ്രോഡക്റ്റിന്റെ വില കൂട്ടിയാലേ മതിയാവുള്ളൂ. അപ്പോൾ ആ വേറൊരു പ്രോഡക്റ്റിന്റെ കോസ്റ്റ് പുഷ് ചെയ്യുന്ന കാരണം ഇൻഫ്ലേഷൻ ഉണ്ടായി. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെന്ന് പറയും? കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ. ഇനി ഒരെണ്ണമുണ്ട് ഓപ്പൺ ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണക്കാർക്കായിട്ടുള്ള ആൾക്കാർക്ക് വരെയും ഒരു ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ, ഇത് എക്കണോമിക് ഡേറ്റ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാൻ പറ്റും, അല്ലെങ്കിൽ കോമൺ പീപ്പിൾസിന് ഇത് വിസിബിൾ ആകും. ഒരു പർട്ടിക്കുലർ ആനുവൽ ടൈമിൽ അല്ലെങ്കിൽ ഒരു ഇയർ ടൈമിൽ പ്രൈസ് ഇങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. ഇതിനെ ഓപ്പൺ ഇൻഫ്ലേഷൻ നമ്മൾ പറയും. ഇതിനെന്തെന്ന് പറയും? നമ്മൾ ഓപ്പൺ ഇൻഫ്ലേഷൻ. ജസ്റ്റ് ഇത് മാത്രം നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ, ദെൻ അടുത്തതാണ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. നമ്മൾ ഹൈപ്പർ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കൂടുതൽ എന്നൊരു മീനിങ് അല്ലേ? ഹൈപ്പർ എന്ന് പറയുമ്പോൾ തന്നെ കൂടുതൽ. ഇത് ഭയങ്കരമായിട്ടുള്ള ഇൻക്രീസ് ലെവൽ, റാപ്പിഡ് റേറ്റ് ഓഫ് ഇൻഫ്ലേഷൻ. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഹൈപ്പർ ഇൻഫ്ലേഷൻ. ഒരു ഐറ്റത്തിന്റെ വില മണിക്കൂറായിട്ട് മാറിക്കൊണ്ടിരുന്നു വിചാരിക്കുക. ഇപ്പോൾ ഒരു പ്രോഡക്റ്റ് എക്സ് എന്ന് പറയുന്ന പ്രോഡക്റ്റിന് മാർക്കറ്റിൽ 40,000, അടുത്ത മണിക്കൂറിൽ 50,000, അടുത്ത മണിക്കൂറിൽ ഇത് 60,000, പിന്നെ 90,000. പെട്ടെന്ന് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ? റാപ്പിഡായിട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഹൈപ്പർ ഇൻഫ്ലേഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇനിയിപ്പോ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, എന്നാലും അറിഞ്ഞിരിക്കേണ്ട ചെറിയ ചെറിയ ടൈപ്സ് ഉണ്ട്. അതിൽ ആദ്യമായിട്ട് വരുന്നതാണ് ക്രീപ്പിംഗ് ഇൻഫ്ലേഷൻ. ക്രീപ്പിംഗ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് തന്നെ ഇഴഞ്ഞു നീങ്ങുക. ഇൻഫ്ലേഷൻ ആണ്, അതേസമയം ഇഴഞ്ഞു നീങ്ങുന്നു.
എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലോ ഇൻഫ്ലേഷൻ ആയിരിക്കും. ചെറിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻ, അല്ലെങ്കിൽ ചെറിയ റേറ്റ് പെർസെൻറ്റേജ് ആയിരിക്കും അവിടെ ചേഞ്ച് വരുന്നത്. ചെറിയ റേറ്റ് പെർസെൻറ്റേജ്, ചെറിയ ഇൻഫ്ലേഷൻ. ഓക്കെ. ഇനി വോക്കിംഗ്. ഓക്കെ, വോക്കിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ക്രീപ്പിങ്ങിനേക്കാളും കുറച്ചുകൂടി എന്തായിരിക്കും, കൂടുതലായിരിക്കും. എന്നാൽ ശരിക്കും കൂടുതലുമല്ല. ഓക്കെ. നടത്തം മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ഡിജിറ്റിലായിരിക്കും ഇതിൻ്റെ ഇൻഫ്ലേഷൻ റേറ്റ്. അതായത് 1 തൊട്ട് 10% ഒക്കെ വരെയായിരിക്കും ഇതിൻ്റെ വില കൂടുന്നത്. ഓക്കെ. അതാണ് എന്തെന്ന് പറയുന്ന ഈ പറയുന്ന വോക്കിംഗ് ഇൻഫ്ലേഷൻ. അപ്പോൾ വോക്കിംഗ് ഉണ്ടെങ്കിൽ അടുത്ത് എന്തായിരിക്കും, റണ്ണിങ് ഉണ്ടായിരിക്കും അല്ലേ. റണ്ണിങ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഇതിനേക്കാളും കൂടുതൽ, വോക്കിങ്ങിനേക്കാളും കൂടുതൽ. അതായത് വില ഒരു 10-20%, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഒരു 10-20% ആണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, റണ്ണിങ് ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇനി ഗാലോപ്പിംഗ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ അങ്ങ് വിഴുങ്ങിപ്പോയി അല്ലേ, അല്ലെങ്കിൽ മൊത്തം അങ്ങ് കൂടിപ്പോയി. അതായത് ഏകദേശം 20-50% ഈ ഇൻഫ്ലേഷൻ റേറ്റ് എങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, അതിനെ ഗാലോപ്പിംഗ് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ഓക്കെ, ഗാലോപ്പിംഗ്. അപ്പൊ ക്രീപ്പിംഗ്, വോക്കിംഗ്, റണ്ണിങ്, ഗാലോപ്പിംഗ്. ഇനിയിപ്പോ വേറൊരു കേസും കൂടിയുണ്ട്. നമ്മൾ ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയും. എന്ത് പറയും? ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ. ബോട്ടിൽ നെക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, കുപ്പീൻ്റെ ഒക്കെ അടപ്പൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. കുപ്പിയുടെ ഒക്കെ അടപ്പ് ഏകദേശം ഇതുപോലെ ഇരിക്കും അല്ലേ, ബോട്ടിന്റെ നെക്ക്. അപ്പോൾ ഇവിടെ എന്താ പറ്റണേന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിമാൻഡ് ഉണ്ട്, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്, അല്ലെങ്കിൽ ഡിമാൻഡ് ചെയ്തുകൊണ്ടിരിക്കും ആൾക്കാർ. പക്ഷെ ആ ടൈമിൽ സപ്ലൈ കുറഞ്ഞു പോയി, വലിയ ചതിയായി പോയി അല്ലേ. സപ്ലൈ കുറഞ്ഞു, സപ്ലൈ ഫോളായി. അപ്പോൾ ഒരു കുരുക്ക് വീണ് നമുക്ക് അല്ലേ. ഈ കുപ്പിയുടെ അടപ്പ് പോലെ മര്യാദക്ക് പോയിക്കൊണ്ടിരുന്ന, എന്താ സ്റ്റഡി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്ഥലത്തിൽ പെട്ടെന്ന് ഒരു കുരുക്ക് വീണു അല്ലേ. അപ്പോൾ ഡിമാൻഡ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്, ഡിമാൻഡ് കോൺസ്റ്റന്റ് ആണ്, പക്ഷെ എന്ത് ചെയ്തു, സപ്ലൈ ഫോളായി. അപ്പൊ ഈ ഒരു കേസിനെ നമുക്ക് എന്ത് ചെയ്യും, ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ എന്ന് പറയാം. ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ. നിങ്ങൾക്ക് ഐറ്റംസ് ഒക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പൊ ക്രീപ്പിങ്, വോക്കിങ്, റണ്ണിങ്, ഗാലോപ്പിങ്, ബോട്ടിൽ നെക്ക് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇതാണ് വരുന്നത്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്താണ് ഇൻഫ്ലേഷൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇൻ ദ എക്കണോമി വിൽ ബി ലീഡ് ടു. 2018 SSC-JEE ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഈസി ലോൺസ്, fall in value of money, increased production of goods, increased deposit in bank. ഇപ്പൊ ഹൈപ്പർ ഇൻഫ്ലേഷൻ ആണെങ്കിലും ഏത് ഇൻഫ്ലേഷൻ ആണെങ്കിലും നമ്മൾ എന്താ പഠിച്ചത്, മണിയുടെ വാല്യൂ കുറയും. മണിയുടെ വാല്യൂ കുറയും അല്ലേ. നമ്മൾ ഓൾറെഡി പഠിച്ചു, ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ മണി വാല്യൂ കുറയും, മണിയുടെ സർക്കുലേഷൻ കൂടി, അപ്പോൾ മണിയുടെ വാല്യൂ കുറഞ്ഞു, വിലയില്ലാതായി പോയി. ഓക്കെ. അപ്പോൾ അതാണ് ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, ഇൻഫ്ലേഷൻ എക്സിസ്റ്റ് വെൻ. SSC CHSL 2017, കുഴപ്പമില്ല, പഴയ ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ എന്താണ്, GK എപ്പോഴും GK തന്നെയാണ്. There is a general increase in price level. There are a periodic decrease in price level. There are a continuous increase in the output level of overtime. The rise in purchasing value of money. ഓൾറെഡി നമ്മൾ പഠിച്ചു, ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പ്രൈസ് ലെവല് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, അതിപ്പോൾ എന്ത് തന്നു കഴിഞ്ഞാൽ ഞാൻ അതേ കുത്തുള്ളൂ, മാർക്ക് ചെയ്യുള്ളൂ ഓപ്ഷനകത്ത്. സോ ദർ ഈസ് ആൻ ജനറൽ ഇൻക്രീസ് ഇൻ പ്രൈസ് ലെവൽ. അതായിരിക്കും ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ. വാട്ട് ഇസ് ദ ഫുൾ ഫോം ഓഫ് WPI? SSC MTS 2021. അപ്പോൾ അതിനു മുമ്പ് എന്താണ് WPI എന്ന് നമുക്കറിയണം. ഓക്കെ, ഞാൻ പറഞ്ഞു ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഗവൺമെന്റ് എങ്ങനെ ഇത് മനസ്സിലാക്കുന്നത്, ഈ ഇൻഫ്ലേഷൻ ഉണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ചേട്ടാ, ഇത് എങ്ങനെയാണ് ഇൻഫ്ലേഷൻ ആയത്? ഗവൺമെന്റിന് ഇത് മോണിറ്റർ ചെയ്യണ്ടേ? ഗവൺമെന്റ് ഇത് മോണിറ്റർ ചെയ്യുന്ന രണ്ട് മെത്തേഡ് വഴിയാണ്. ഒന്ന് WPI, രണ്ടാമത്തെ CPI. WPI എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ്. CPI എന്ന് പറയുമ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്.
കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഈ ഇൻഫ്ലേഷൻ എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലും ഒരു ബേസ് ഐറ്റം ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്നുള്ള കൂടുതൽ തന്നെ. ഇൻഫ്ലേഷൻ നമ്മൾ പറഞ്ഞു പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു സാധനം ഉണ്ടെങ്കിലല്ലേ ഒരു ലിമിറ്റ് വെച്ചാലല്ലേ അതിനേക്കാൾ ഇത് കൂടുകയാണ് അല്ലെങ്കിൽ കുറയുകയാണ് എന്ന് എനിക്ക് പറയാൻ പറ്റൂ. ഒരു പ്രൈസ് ഇവിടെ ഉണ്ടെങ്കിലല്ലേ ആ പ്രൈസിനേക്കാളും കൂടി അല്ലെങ്കിൽ കുറഞ്ഞു എന്ന് പറയാൻ പറ്റൂ. ഫോർ എക്സാമ്പിൾ, എൻ്റെ നമ്പർ ബോളിന്റെ പ്രൈസ് ആദ്യം 10 രൂപയായിരുന്നു, ഇപ്പൊ 30 രൂപയായി. അയ്യോ, അപ്പൊ നേരത്തേക്കാളും 20 രൂപ കൂടിയെന്ന് എനിക്ക് പറയാൻ പറ്റി, അല്ലേ? അപ്പോൾ അതേപോലെ ഒരു ഐറ്റത്തിന്റെ വില 10 രൂപയായിരുന്നു, അത് 5 രൂപയായി. അപ്പൊ ഈ 10നെ അപേക്ഷിച്ച് ഇത് ഇത്രയും കൂടി കുറഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റണമെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് സാധനം ഞാൻ അവിടെ കെപ്റ്റ് ചെയ്ത് വെക്കണ്ടേ? ആ, അങ്ങനെ ഗവൺമെന്റ് കെപ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഐറ്റംസ് ആണ് WPIയും CPI, കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സും. വേറെ ഒന്നും ആലോചിക്കേണ്ട. ഒരു ഐറ്റം പ്രൊഡ്യൂസ് ചെയ്തതിൽ നിന്ന് കൺസ്യൂമറിലോട്ട് എത്തുമ്പോൾ എന്തൊക്കെ ഉണ്ടെന്ന് ആലോചിച്ചാൽ മതി. ഇത് ഒരാൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് ഹോൾസെയിലായിട്ട് ഒരാൾ വാങ്ങിച്ചു. നമ്മൾ ഹോൾസെയിലായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുക എന്ന് പറഞ്ഞിട്ടില്ലേ? ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു? അതൊരു റീറ്റെയിലർ എടുത്തു. റീറ്റെയിലറുടെ കയ്യിൽ നിന്ന് പിന്നെ അത് എന്ത് ചെയ്യുന്നു? കൺസ്യൂമറിൻ്റെ കയ്യിൽ എത്തുന്നു. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഈ പൊസിഷനിൽ വെച്ചിട്ടായിരിക്കും അത് എന്ത് ചെയ്യുന്ന നോക്കുന്നത്. ഈ ഒരു കൺസ്യൂമറിന്റെ കയ്യിൽ എത്തിയതിന് ശേഷമുള്ള പ്രൈസിലുള്ള എന്ത് ചെയ്യുന്നു? വാല്യൂ കൂടുകയോ കുറയോ. അതുപോലെ തന്നെ ഹോൾസെയിൽ പ്രൈസ് എന്ന് പറയുമ്പോൾ, പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലെവലിൽ. ഇനിയിപ്പോൾ പൊതുവേ തന്നെ ഗവൺമെന്റ് ഒരു ബേസ് ഇയർ സെറ്റ് ആക്കി വെക്കും. ഓക്കെ, ഈ ബേസ് ഇയറിനെ അപേക്ഷിച്ച് ഇന്ന വർഷം, ഓക്കെ, പൊതുവെ 2011 2012 ഫിനാൻഷ്യൽ ഇയർ ആണ് ഗവൺമെന്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളൊന്ന് ചെക്ക് ചെയ്തേക്കണം. ആ 2011-12 ഫിനാൻഷ്യൽ ഇയറിനെ അപേക്ഷിച്ച് ഈ ഇപ്പോൾ 2023 എത്ര കൂടി എത്ര കുറഞ്ഞു എന്ന് നോക്കും. ഓക്കെ, അതിൻ്റെ ഹോൾസെയിലായിട്ടുള്ള പ്രൈസും കൺസ്യൂമറിന്റെ കയ്യിലുള്ള പ്രൈസും. ഒരിക്കലും ഇപ്പോൾ പ്രൊഡ്യൂസറിന്റെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം ഹോൾസെയിലായിട്ട് വാങ്ങിച്ചു, അതേ പ്രൈസ് തന്നെയല്ല കൺസ്യൂമറിലോട്ട് എത്തുമ്പോൾ കിട്ടുന്ന. ഇതിന്റെ ഇടക്കൊക്കെ എന്ത് ചെയ്യും? ഇവിടെ എത്തുമ്പോൾ ചിലപ്പോൾ പ്രൈസ് കൂടും, പിന്നെ ഇവിടെ എത്തുമ്പോൾ വീണ്ടും കൂടും. ആ ഒരു രീതിക്കൊക്കെ ആയിരിക്കും. അപ്പോൾ ഇത് ഇൻഫ്ലേഷൻ അറിയാൻ സഹായിക്കുന്ന, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ മെഷർ ചെയ്യാനായിട്ട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു മെത്തേഡാണ് WPI എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, സപ്പോസ് എക്സ്ചേഞ്ച് റേറ്റ് ബിറ്റ്വീൻ $US in India is rupees $1 55. Now, if this exchange rate is increased to $1.60, then this case Indian rupee has become dash in comparison to US dollar. ഇത് SSC CGL 2023 ആണ്, ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിക്കേണ്ട, ജസ്റ്റ് ബേസിക് ആയിട്ട് ആലോചിച്ചാൽ മതി. നേരത്തെ ഇവിടെ ഇപ്പൊ എന്താ ചോദിച്ചിരിക്കുന്നത്? ഇന്ത്യൻ റുപ്പി US ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഇന്ത്യൻ റുപ്പിക്ക് വന്ന മാറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ബേസിക് ആയിട്ടൊന്ന് ആലോചിച്ചേ. നേരത്തെ 55 രൂപ ഇന്ത്യൻ റുപ്പിക്ക് തുല്യമായിരുന്നു $1. ഇപ്പൊ പക്ഷെ 60 രൂപ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ $1 കിട്ടൂ. നേരത്തെയും $1, ഇപ്പോഴും $1. അപ്പൊ നമ്മുടെ വില കുറഞ്ഞു അല്ലേ? നമ്മുടെ വില കുറഞ്ഞു. ഡോളറിന് മുമ്പിൽ നമ്മുടെ വില കുറഞ്ഞു പോയി. കാരണം $1 നേരത്തെ 55 രൂപയ്ക്ക് കിട്ടുമായിരുന്നു, ഇപ്പൊ എത്ര? 60 രൂപ കൊടുക്കണം മിനിമം. അപ്പൊ നമ്മൾ അവിടെ ഡീവാല്യൂവേഷൻ ആയിപ്പോയി. നമുക്ക് അവിടെ എന്ത് പറ്റി? നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് എന്ത് പറ്റി? ഡീവാല്യുവേഷൻ ആയിപ്പോയി. അപ്പൊ ഈ ക്വസ്റ്റിന്റെ ആൻസർ എന്താണ്? ഡീവാല്യുവേഷൻ ആണ്. ഓക്കെ, ബേസിക് ആയിട്ട് നമ്മൾ ആലോചിച്ചാൽ മതി, ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആലോചിച്ചിട്ട് തെറ്റിക്കാതിരുന്നാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദർ ഇസ് എ ലാക്ക് ഓഫ് മണി സപ്ലൈ ഇൻ കമ്പാരിസൺ ടു സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ദെൻ പോസിബിൾ കോൺസിക്വൻസ് വുഡ് ബി. SSC CGL 2019. നമ്മൾ ഓൾറെഡി പറഞ്ഞു ലാക്ക് ഓഫ് മണി സപ്ലൈ. എന്താ പറഞ്ഞ? നേരത്തെ എന്താ പറയുന്ന? മണി സപ്ലൈ കൂടുതലായിരുന്നു. ഏതിന്റെ ടൈമിൽ? ഇൻഫ്ലേഷന്റെ ടൈമിൽ.
മണി സപ്ലൈ കുറയുന്നപ്പോൾ ഏതിൻ്റെ സമയത്തായിരിക്കും? മണി സപ്ലൈ കുറയുന്നപ്പോൾ ഏതിൻ്റെ സമയത്തായിരിക്കും? ഡിഫ്ലേഷൻ്റെ ടൈമിൽ. നേരെ ഓപ്പോസിറ്റ്. ഇൻഫ്ലേഷൻ പറഞ്ഞപ്പോൾ ഞാൻ അപ്പോഴേ പറഞ്ഞു അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്തെന്ന് പറയുന്ന ഡിഫ്ലേഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി കഴിഞ്ഞാൽ സസ്റ്റൈൻഡ് റൈസ് ഇൻ പ്രൈസ് ലെവൽ. നമ്മളിത് ഓൾറെഡി നോക്കി, ഇൻഫ്ലേഷൻ ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് ടു കോമ്പാക്ട് ഇൻഫ്ലേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമൺ മോണിറ്ററി പോളിസി അപ്രോച്ച് അഡോപ്റ്റഡ്? ഓക്കെ, പൊതുവേ തന്നെ ഇത് SSC CHSL 2022 ക്വസ്റ്റ്യൻ ആണ്. പൊതുവെ 2 ടൈപ്പ് പോളിസീസ് ആണ്. ഒന്ന് ഹോക്കിഷ് പോളിസി, മോണിറ്ററി പോളിസി. രണ്ടാമത്തെ ഡോവിഷ്. പേര് പറയുന്ന പോലെ തന്നെ ഹോക്കും ഡോവും, പ്രാവും. ഓക്കെ, ഹോക്ക് എന്ന് പറയുമ്പോൾ അഗ്രസീവ് ആണ്. ഡോവ് എന്ന് പറയുമ്പോൾ എന്താ, പാവമാണ്, പതുങ്ങിയിരിക്കുന്ന, പീസ്ഫുൾ ആയിട്ടുള്ള. അപ്പോൾ ഹോക്കിഷ് മോണിറ്ററി അപ്രോച്ച് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. ഓക്കെ, ഇൻഫ്ലേഷൻ കൂടുന്ന സമയത്ത് സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ഈ പറയുന്ന സെൻട്രൽ ബാങ്ക്, നമ്മുടെ സെൻട്രൽ ബാങ്ക് ഏതാ? RBI. ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടും. അപ്പം എന്ത് പറ്റും? മണി സപ്ലൈ കുറയും. ഓക്കെ, ഓരോന്നും, അതായത് ഈ നമ്മുടെ മോണിറ്ററി പോളിസിയിൽ ഓരോരോ റേറ്റ് പെർസെൻറ്റേജ്, CRR, അതെല്ലാം നമുക്ക് പിന്നീട് വീഡിയോയിൽ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കേണ്ട സെൻട്രൽ ബാങ്ക് എന്ത് ചെയ്യും? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ മണി സപ്ലൈ കുറയും. അപ്പോൾ ഈ ഒരു അപ്രോച്ചിനെ നമ്മൾ ഹോക്കിഷ് അപ്രോച്ച് എന്ന് പറയും. ഈ ഒരു അപ്രോച്ചിനെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഹോക്കിഷ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്തെന്ന് പറയുന്ന ഡോവിഷ് അപ്രോച്ച്. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ്റെ ടൈമിൽ എന്താണ്, ഏത് അപ്രോച്ചാണ്? ഹോക്കിഷ് അപ്രോച്ചാണ് വരുന്നത്. ഓക്കെ, ഡ്യൂറിങ് റിസഷൻ A produce will be cautiously optimistic. There will be a decrease in inventory. There will be a capacity underutilization. There will be a expansion in bank credit. ഇത് SSC CHSL 2017 ആണ്. ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? C ആണ്. ഓക്കെ, അതിന് മുമ്പ് എന്താണ് റിസഷൻ എന്നറിയാം. റിസഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റിയിലുള്ള ഡിക്ലൈൻ. ഓക്കെ, അതിനെ നമുക്ക് എന്തെന്ന് പറയാം? റിസഷൻ എന്ന് പറയാം. സിഗ്നിഫിക്കൻറ്റ് ഡിക്ലൈൻ ഇൻ എക്കണോമിക് ആക്ടിവിറ്റി. അത് ഒരു മാസത്തിൽ കൂടുതൽ നിലനിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനെന്തെന്ന് പറയാം? റിസഷൻ ടൈം എന്ന് പറയാം. അതായത് നമ്മുടെ GDP ഗ്രോത്ത് കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരുന്നു, ഇൻകം ലെവല് കുറയുന്നു, അൺഎംപ്ലോയ്മെന്റ് കൂടുന്നു അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് കുറയുന്നു, മാനുഫാക്ചറിങ്, റീറ്റെയിൽ സെയിൽ എല്ലാത്തിനെയും തന്നെ ഇത് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു. ആ ഒരു ടൈമിനെ നമുക്ക് എന്താന്ന് പറയാം? റിസഷൻ എന്ന് പറയാം. ആ ഒരു ടൈമിന് എന്തെന്ന് പറയാം? റിസഷൻ. ഈ റിസഷൻ പറയുമ്പോൾ നമ്മൾ കൂട്ടത്തിൽ തന്നെ ഒരു കാര്യം പറയാനുണ്ട്. അതാണ് നമ്മുടെ സ്റ്റാഗ്ഫ്ലേഷൻ. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിലെന്തോ ഇൻഫ്ലേഷനും കൂടി ഉണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ? കാണുമ്പോൾ ഇവിടെ എന്തോ ഫ്ലേഷൻ. അപ്പോൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്താൽ മതി, സ്റ്റാഗ്നേഷൻ പ്ലസ് ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ്റെ ടൈമിൽ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഡിക്രീസും കൂടി വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും? ആ ഒരു അവസ്ഥയാണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ്റെ ടൈമിൽ എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഒരു ഡിക്ലൈനും കൂടി വരുന്നു. അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഞാനിത് കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ, ബിക്കോസ് ഇതിനെ ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ അത് കാണാൻ പറ്റും. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ. സ്റ്റാഗ്ഫ്ലേഷൻ ഈസ് എ പീരിയഡ് ഓഫ്, ഇത് CHSL 2017, CHSL വേറൊരു ഷിഫ്റ്റ് CGL 2021. ഓക്കെ, എല്ലാത്തിനും ചോദിച്ചിട്ടുണ്ട്. എന്താ ഞാൻ പറഞ്ഞ, ഹൈ ഇൻഫ്ലേഷൻ ആയിരിക്കും, അതേസമയം ഹൈ അൺഎംപ്ലോയ്മെന്റ്. അതായത് നമ്മൾ പറഞ്ഞു എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഡിക്ലൈൻ ഉണ്ടല്ലേ. എക്കണോമിക് ആക്ടിവിറ്റിയിൽ ഡിക്ലൈൻ കുറച്ചും എന്തുണ്ട്? എംപ്ലോയ്മെന്റിൽ കുറവുണ്ടെന്ന് പറഞ്ഞു. എംപ്ലോയ്മെന്റിൽ കുറവുണ്ടെങ്കിൽ അതിനെന്തെന്ന് പറയാം? ഹൈ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയാം. അപ്പോൾ സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? പെർസിസ്റ്റൻസ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ ആൻഡ് ഹൈ എംപ്ലോയ്മെന്റ്. ഇതിനെ നമുക്ക് എന്തെന്ന് പറയാം? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് മെയിനായിട്ട് വരുന്നത്. ഇത്ര നേരം കേട്ടിരുന്നതിന് താങ്ക്സ്. നിങ്ങൾ ഇനിയിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണുക. അതുപോലെ തന്നെ എക്സാമിന് വേണ്ടി നല്ല രീതിക്ക് പ്രിപ്പയർ ചെയ്യുക, ഗോൾ അച്ചീവ് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്ക് ഇതേപോലെ നമുക്ക് നോക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.